പ്രതിരോധിക്കാൻ വേണ്ടിയതായ വസ്ത്രങ്ങൾ ഒന്നുമേ അവരുടെ ശരീരത്ത് കാണാൻ സാധിച്ചില്ല. ഇതിനു പുറമെ ആ ഹൈക്കർമാരിൽ ഒരാളുടെ കൈ പൊള്ളി കൂടുന്നിരിക്കുകയായിരുന്നു. വേറൊരാളുടെ കൈയാണെന്നുവരികിൽ ആ കയ്യിൽ മൊത്തം മുറിവുകളും സ്ക്രാച്ച് മാർക്സും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ സിഡാർ മരത്തിൽ ഇവരിൽ ആരോ വളരെ ശ്രമപ്പെട്ട് കയറാൻ ശ്രമിച്ച പാടുകളും ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ ചില കൊമ്പുകൾ ഒടിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. അത് ചിലപ്പോൾ ഇവരിൽ ആരോ കയറാൻ ശ്രമിച്ചപ്പോൾ ഒടിഞ്ഞതായിരിക്കാം. ഇവര് ഒരുപക്ഷെ എന്തോ കണ്ട് പേടിച്ചിട്ടോ അതല്ലെങ്കിൽ എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടി ഈ മരത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചതായിരിക്കാം. പിന്നീട് ഈ 2 ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 അടി അപ്പുറം മാറി ഇവർക്ക് ഒരു 3 ബോഡിയും കൂടി കിട്ടി. ഈ 3 മൃതശരീരങ്ങളുടെ പുറത്തും അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ വസ്ത്രങ്ങളൊന്നും അവരുടെ ശരീരത്ത് കാണാൻ സാധിച്ചില്ല. ഈ 3 ഹൈക്കർമാരുടെ ബോഡി കിടക്കുന്ന പൊസിഷൻ കണ്ടപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായത് ഇവർ തിരിച്ച് അവരുടെ ക്യാമ്പ് സൈറ്റിൽ പോകുന്ന വഴിയിൽ ഈ തണുപ്പ് മൂലം അവര് ഹൈപ്പോതെർമിയ ബാധിച്ചാണ് അവര് മരണപ്പെട്ടത്. ആ 3 ഹൈക്കറിൽ ഒരാളുടെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. അതായത് ഏതോ ഒരു കനമുള്ള വസ്തു കൊണ്ട് ആ ആളുടെ തലയെ വീണ്ടും വീണ്ടും അടിച്ച് ആ തല തകർത്തതാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ആ ആളുടെ മരണകാരണം ഹൈപ്പോതെർമിയ തന്നെയാണ്. മരണത്തിന് ശേഷമാണ് ഈ തലയ്ക്ക് പറ്റിയ ക്ഷതമുണ്ടായത്. അതുപോലെ തന്നെ ഈ 3 പേരുടെയും വാരിയലിന്റെ അടുത്ത് ഒരു ചതുര ആകൃതിയിൽ ഉള്ള ഒരു മുറിവ് കാണാൻ സാധിച്ചു. പിന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരും ഇട്ടിരിക്കുന്നത് അവരവരുടെ വസ്ത്രങ്ങൾ മാത്രമല്ല, അവർ വേറെ ആൾക്കാരുടെയും വസ്ത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞത് ഈ 5 പേരും ഹൈപ്പോതെർമിയ ബാധിച്ചാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ക്ലെയിമിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ്മാരും ശരിവെച്ചു. അതായത് ഈ 5 മരണങ്ങളിലും ഒരു ഫൗൾ പ്ലേ നടന്നിട്ടില്ല, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയും നടന്നിട്ടില്ല. എല്ലാവരുടെയും കോസ് ഓഫ് ഡെത്ത് നാച്ചുറൽ ആണ്. പിന്നെ കുറേ നാൾക്ക് ശേഷം അവിടുത്തെ മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങി. അതിനുശേഷമാണ് ബാക്കി ഉള്ള 4 ഹൈക്കേഴ്സ്മാരുടെയും ശവശരീരങ്ങൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിച്ചത്. ഇതിനു ശേഷമാണ് ഈ ഒരു നോർമൽ മിസ്റ്ററി ഒരു നെക്സ്റ്റ് ലെവൽ മിസ്റ്ററി ആയി മാറുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഈ 4 പേരെയും കിട്ടുന്നത് വളരെ ദൂരെ ഒരു ഡിയാത്ലവ് ഡെൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ നിന്നാണ്. പോരാത്തതിന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെയും ശവശരീരങ്ങൾ 13 അടി ഉയരം ഉള്ള ഒരു മഞ്ഞിൻ്റെ ഒരു ലെയർ ഈ 4 പേരുടെ ശരീരങ്ങളിൽ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇവരുടെ ശരീരങ്ങൾ കാണാൻ സാധിച്ചില്ല. പിന്നീട് മഞ്ഞ് ഉരുകിയപ്പോഴാണ്